നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് എന്റെ മോൻ സിദ്ധു. സിദ്ധുവിനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു അപകടത്തില്. അപ്പോ എല്ലാം പറഞ്ഞു. ഇത് ചേട്ടന്റെ അമ്മയല്ലേ? ആ അതെ. അമ്മയാ. നമസ്കാരം. എനിക്ക് 2 ആൺമക്കളാ. അതില് മൂത്തവനാ ഇവൻ, മഹാദേവൻ. അല്ല, കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ചുനാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഞാൻ കുറെ അന്വേഷിച്ചിരുന്നു. പിന്നെ കല്യാണം കുടുംബജീവിതം ഒക്കെ ആയി തിരക്കിലായിരുന്നു. നീ ഇപ്പൊ എവിടെയാ? എന്താ നിന്റെ വിശേഷം? പറയ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. വീട്ടിൽ ഒരു അതിഥി വന്ന അവരെ വന്ന കാലം നിർത്തിക്കൊണ്ടാണോ ജാനകി സൂര്യങ്ങൾ തിരക്കുന്നത്? ഇവളെ കണ്ടപ്പോഴേ ഞാൻ എല്ലാം മറന്നുപോയി. യവൻ ഇരിക്ക്. നീ ഇരിക്ക്. ഞാൻ നിനക്ക് കുടിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ. ജാനകി, ഇത് വല്ലാത്ത കോയിൻസിഡൻസ് ആയിപ്പോയി. അതെ അതെ. അല്ല, നീ നിന്റെ വിശേഷങ്ങൾ പറയേ. ഇപ്പോഴും കായംകുളത്ത് തന്നെയാണോ താമസം? അല്ല, ഞാനിപ്പോ സ്റ്റേറ്റ്സിലെ ഫ്ലോറിഡയില്. അവിടെ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യേ. അവിടെ സെറ്റിലായിട്ട് 10-20 വർഷം കഴിഞ്ഞു. ഇവിടെ കോവളത്തൊരു ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് സൈക്കോളജി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇവിടെ വന്നത്. വന്നിട്ട് 2 ദിവസമായി. അപ്പോ താമസമൊക്കെ? സംഘാടകരെ ഇവിടെ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. എടി, ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീടുള്ളപ്പോ നീ എന്തിനാ വല്ല ഹോട്ടലിലും പോയി താമസിക്കുന്നേ? നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോരെ. തിരികെ അമേരിക്കയിലേക്ക് പോകുന്നവരെ നിനക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി ഇവിടെ താമസിക്കാം. നല്ല ഒന്നാന്തരം ഹോംലി ഫുഡും കഴിക്കാം. അതാ നല്ലത്. ഇവിടെ ആവുമ്പോ ഹോട്ടലിലെ ഏകാന്തതയെ മാറി കിട്ടും. അതെ. നിങ്ങളുടെയൊക്കെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, സിദ്ധാർത്ഥന്റെ ട്രീറ്റ്മെന്റ്? ഒരു സിദ്ധവൈദ്യന്റെ ചികിത്സയിലായിരുന്നു. അയാളുടെ ചികിത്സയിൽ അവന്റെ രോഗം ഭേദമായതോ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇടയ്ക്ക് ഓർമ്മ കിട്ടും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. സിദ്ധാർത്ഥന് ഇടയ്ക്കിടയ്ക്ക് പഴയ ഓർമ്മകൾ വരുന്നത് നല്ല ലക്ഷണോ? ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമാക്കാൻ എനിക്ക് ചിലപ്പോ സാധിച്ചേക്കും. മോളെ ദൈവമായിട്ടായിരിക്കും ഇവിടെ എത്തിച്ചത്. സിദ്ധുവിന് വേണ്ടി ഞങ്ങള് ചെയ്യാത്ത വഴിപാടുകളും നേർച്ചകളും ഇല്ല. അതിന്റെ ഫലമായിട്ടായിരിക്കും സിദ്ധുവിനെ ഈശ്വരൻ മോളുടെ മുമ്പിൽ എത്തിച്ചത്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൊന്നുമോന്റെ അസുഖം മാറ്റിത്തരണം. ഞാൻ ഭേദമാക്കി തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.